ഹായ് ഫ്രണ്ട്സ്, റെസിൻ ഉപയോഗിച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫെയറി ഗാർഡൻ ഉണ്ടാക്കി നോക്കിയാലോ. സൺബോർഡ് കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇതുപോലൊരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല, ഹൈറ്റ് 1.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തെർമോക്കോള് പൊട്ടിച്ചെടുത്ത് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതിന് മുകളിൽ വാൾപുട്ടി തേച്ച് ഒന്ന് ഫൈനാക്കി എടുക്കാം. ഇനി ഒരു മരം ഉണ്ടാക്കിയെടുക്കണം. ക്ലേ ഉപയോഗിച്ച് ഒരു ബോൺസായ് സ്റ്റൈൽ ട്രീ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഏകദേശം ഒരു ഷേപ്പായി കഴിഞ്ഞാൽ പണി എളുപ്പമാക്കാൻ വേണ്ടി കുറച്ച് ഉണക്കകമ്പ് എടുത്ത് ഇങ്ങനെ കുത്തിക്കൊടുത്ത് അതിൽ പശ തേച്ച് ഗ്രീൻ കളർ സ്പോഞ്ച് പൊടിച്ചെടുത്ത് അതാണ് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി സൺബോർഡ് ഉപയോഗിച്ച് പാർക്കിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബെഞ്ച് ഉണ്ടാക്കിയെടുക്കാം. ഒരു പാസേജ് സെറ്റ് ചെയ്യാം. സ്റ്റോണൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒരു ഗേറ്റ് വെച്ചു കൊടുക്കാം. ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഫ്രെയിം കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു വേലി കൂടെ സെറ്റ് ചെയ്യാം. ഇനി കുറച്ച് കല്ലും പുല്ലും പൊടിയുമൊക്കെ വെച്ച് കംപ്ലീറ്റ് ലാൻഡ്സ്കേപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയൊരു പാലം വേണം. ലേക്കിൻ്റെ സൈഡിലൊക്കെ കാണുന്ന പകുതി വരെയുള്ളൊരു പാലമില്ലേ, അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ലീഫൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി നമുക്ക് ഈ ലേക്കിൻ്റെ ഏരിയ ഒന്ന് കളർ ചെയ്തെടുക്കാം. നല്ല ഡാർക്ക് ഗ്രീൻ ആക്കി എടുക്കണം. അതിന് ബ്ലാക്കും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യെല്ലോയും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ് ചെയ്യുന്നത്. കൂടെ കല്ലും തടി കഷ്ണവും കുറച്ച് ചെടിയും ഒക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് റെസിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ലേക്കിൽ നമ്മൾ റെസിൻ വെച്ചാണ് വെള്ളം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിൽ 3:1 എന്നുള്ള രീതിയിൽ റെസിനും അതുപോലെ ഹാർഡറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ്സ് മിക്സ് ചെയ്യണം. 24 hours നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ബോർഡറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. പെയിൻറ് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഒരു റൊമാൻറ്റിക് പെയറിനെ കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം. ഇനി സ്വല്പം ഫോട്ടോഷൂട്ട് കൂടി ആവാം.